Hello everyone, मैं हूँ श्वेता. My name is Inder and welcome to our channel. It's time for next scene from movie Guruvayur Ambalandiyar. Let's watch it. Let's watch it. ഇന്നുണ്ട് 2 ദിവസം കഴിഞ്ഞ് വിവാഹിതരാകുന്നു. Again? കളറാണല്ലോ ഇത്. മിക്കവാറും കല്യാണത്തിന് തന്നെ വലിയ ഫുൾ പേജ് പരസ്യമായിരിക്കും. മിന്നൽ മുരളിയും ലൂസിഫറും പോലെ. ഏട്ടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചെയ്യട്ടെ? എന്താ? ഏട്ടൻ അഞ്ജലിനോട് ഒട്ടും ഇഷ്ടം തോന്നിയിട്ടില്ലേ? എന്താടാ? അല്ല, കല്യാണം വേണ്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ എന്തായാലും അഞ്ജലിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിഷമം തോന്നിയിട്ടില്ലേ? മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ ചില ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് നോക്കേണ്ടി വരും. No. കൂടുതൽ പ്രശ്നത്തിലേക്കും വിഷമത്തിലേക്കൊക്കെ പോകുന്നതിനും ഇതിങ്ങനെ അങ്ങ് തീരുന്നതാ നല്ലത്. പെണ്ണിന്റെ ആങ്ങള വടിയായാലും കല്യാണം നടക്കില്ലല്ലോ. ഷംസുണ്ടായിട്ട് വെച്ച് കോമഡി അടിക്കരുത്. ഓഹോ, ആനന്ദനെ പറഞ്ഞപ്പോ ഇപ്പൊ ഷംസുനാണോ കുറ്റം? എടാ, ഞാൻ എത്ര നെഗറ്റീവ് ഐഡിയ പറഞ്ഞു. അതൊക്കെ ചീറ്റി പോയത് എന്റെ കുറ്റം കൊണ്ടാ. എന്നാ നീ പറ, നിന്റെ എല്ലാ ഐഡിയ പറ. എനിക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ നാട്ടുകാരുടെ കല്യാണം ഒക്കെ മുടക്കാൻ വലിയ ഐഡിയ ആണല്ലോ. സ്വന്തം കാര്യം വന്നപ്പോ ഐഡിയ ഇല്ല. അതിന് ഏട്ടനാണ് കല്യാണം മുടക്കിയേ? മുടക്കാൻ വേണ്ടി ചെയ്തതല്ല, കല്യാണപ്പണി കൊടുത്തത് അതിന്റെ ചേട്ടൻ. കോളേജ് കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ആദ്യം കല്യാണം കഴിക്കുന്ന ശരവണന്. Okay. Oh, Yogi Babu. അന്ന് നിന്റെ ചേട്ടന് വലിയ ആവേശമായിരുന്നു കല്യാണപ്പണി കൊടുക്കാൻ വേണ്ടി. ആദ്യ രാത്രി കുടിക്കാനുള്ള പാലില് ഇവൻ കാന്താരി കലക്കി കൊടുത്തു. എന്നിട്ട് സാധാരണ നമ്മളൊക്കെ പാല് കുടിക്കല്ലേ ചെയ്യാറ്. ശരവണൻ ആ പാല് ഇതകും തുറന്ന ഒരൊറ്റ ഓട്ടമായിരുന്നു. പിന്നീട് പാല് വെച്ചിട്ട് അതാണോ അവിടുത്തെ നിന്നെയൊക്കെ കൂടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ കല്യാണം പണ്ടേ മുടങ്ങിയത്. ഇനി അവസാന ദിവസം ഏതവരാതെ പിടിച്ചോ വിചാരിച്ചാലാണോ ഇതൊന്ന് മുടക്കാൻ പറ്റുക? Okay. മായൻകുട്ടി, Okay. നമ്മുടെ മായൻകുട്ടി. അവിയെ കോനെ? നേരത്തെ പറഞ്ഞിട്ട് കാത്തിരിക്കേണ്ട വരില്ലായിരുന്നു. അതായത് മായൻകുട്ടി ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച Okay. മായൻകുട്ടി വി. Okay. എത്ര കാലാടാ കണ്ടിട്ട്? ഞാനും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ ഞങ്ങൾ ഓർത്തല്ലോ. നിന്നെ ഞങ്ങൾ ഈ കല്യാണത്തിന് വിളിച്ചത് മുടക്കാനും. അപ്പൊ നിങ്ങൾ എന്നെ കല്യാണത്തിന് വിളിച്ചല്ല? Oh. അല്ല, എന്തിനാ അറിഞ്ഞ്? അതിൻ്റെ അകത്ത് 2 കരിന്തകളേനു. ചെറിയ വിഷമുണ്ട്. മായൻകുട്ടി, എടാ നിന്നെയാണ് ഞങ്ങൾ നോക്കി നടന്നിരുന്നത്. Is she going to tell him? എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. മീൻ വരയിട്ട് പറിക്കണമെന്നല്ല, ഞാൻ ഏറ്റു. ഈ കല്യാണത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തുറ്റ്? കല്യാണം എന്താണ്? രണ്ടു ദിവസം കഴിഞ്ഞില്ല കല്യാണം. മുമ്പ് എനിക്കൊരു വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഏട്ടത്തമ്മല്ലേ വിനോദിന്റെ പഴയ കാമുകി അല്ലേ? She knows. അപ്പോ അതാണ് വിനോദിനെ കല്യാണത്തിന് പിന്മാറാൻ തീരുമാനിച്ചതല്ലേ? നീ ഇതെങ്ങനെ അറിഞ്ഞു? ഏട്ടത്തമ്മ എന്നോട് പറഞ്ഞു.
പാർവതി എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണം മുടക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വിനോട് മനസ്സിലാക്കാതെ തോന്നുന്നല്ലോ ഈ എന്നെ. പഴയ കാര്യങ്ങളൊന്നും ഇനി എന്നെ ബാധിക്കില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. अरे बाबा അഞ്ജലിയുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? അതെന്തിനാടാ? ശംസോ ഈ പറയേ. ഒരു 8-10 കിലോമീറ്റർ ആണ്. 8-10 പോകുന്ന വഴിക്ക് വല്ല കോളേജോ സ്കൂളോ പള്ളിയോ അമ്പലോ ഉത്സവ പരിപാടികൾ അങ്ങനെ പാർട്ടി പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതും കല്യാണം എന്താണ് ബന്ധം? ശംസോ ഇല്ല, അതൊന്നുമില്ല. ഞാനതേട്ടനെ കണ്ടിട്ട് വരാം. എന്തിനാ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയാം. Okay. ആർക്കും പിരിക്കാൻ കഴിയില്ല പാർവതി. okay, over here also it's gonna go good. But Did he know? I don't know. അപ്പൊ ഞാൻ പോയി കല്യാണം മുടക്കിയിട്ട് വരാം. Oh wait. Yeah, the same road? വിനു ഒരു മിടുക്കനാണ്. അവൻ എത്ര പെട്ടെന്ന് ആനന്ദനെ മാറ്റിയെടുത്തെന്ന് നോക്കി. No. Why? I think so. This will be backfire. ബന്ധുവായി കിട്ടിയത് നമ്മളെ മോന്റെ പുണ്യാണ്. പുണ്യല്ല, കോടി പുണ്യ. ആരെ? ഐ ആം മായൻകുട്ടി വി. മിസ്റ്റർ ആനന്ദൻ. അതെ. ഭാര്യ പാർവതി. കാര്യം പറ. താങ്കളുടെ സഹോദരി അഞ്ജലിയെ കിട്ടാൻ പോകുന്നത് കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ. ആണെങ്കിൽ അതേ വിനു തന്നെയാണ് താങ്കളുടെ ഭാര്യയുടെ കാമുകൻ. ஆடியோ போட்டு விட்டுருவேன். Oh my god. கூட்டாம ஒன்ன பந்தயம் போட்டு நாம்பிய போல வந்தடி மன்னிப்பு கேட்டு அப்பையும் வீட்டுல கூட்டுக்க போறாங்கல்ல போலீஸ் கம்ப்ளைண்ட் முண்டாயில நம்மள நிப்பாட்டு நம்மளுக்கு இருக்கு சப்போர்ட். This should not. ये ऐसा नहीं होना चाहिए था. നിന്നെയായിരുന്നല്ലോ പെണ്ടി ഞാൻ ഇത്രയും കാലം തേടി നടന്ന്. ആനന്ദേട്ട നാറി അവന്റെ ഒരു സാരി ഫോണ് ഇതിനായിരുന്നല്ലോ എന്നെ കൊണ്ട് അവളെ തിരിച്ചു വിളിപ്പിച്ചോണ്ട് വന്ന്. ഓ അല്ലെങ്കിലും തിരിച്ചു വിളിച്ചാൽ ഞാനല്ലല്ലോ. നമുക്കെല്ലാം മറന്ന് പഴയതുപോലെ ജീവിക്കാം എന്ന് നീയല്ലേ അവളോട് പറഞ്ഞു. ആനന്ദേട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിക്കും. എനിക്ക് വായടക്കി. എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് എന്നോട് വായടക്കാൻ പറയാൻ നീ ആരാടാ ഊളെ? തെണ്ടിത്തരം പറഞ്ഞ പിന്നെ മിണ്ടാതിരിക്കണം. പിന്നെ എന്നെ ചതിച്ചെന്റെ കുടുംബം കുട്ടിച്ചോറക്കാമെന്ന് നിന്നോട് ഞാൻ പറയാൻ എന്ത് പറയണം? വിനു ഈ കല്യാണം നീ ഒന്ന് മറന്നേക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കും. അതിന് ആരുടെ അനുവാദം വേണ്ട. ആ എങ്കിൽ നീ വാ. അപ്പൊ കാണാം ഈ ആനന്ദൻ ആരാന്ന്. ഞാൻ വരും. എന്റെ പെങ്ങടെ കഴുത്തി താലി കെട്ടാൻ നീ വന്ന ആ തോള അവളുടെ കെട്ടി താലി കെട്ടും. എന്നാ കാണാം. ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ കാണാം. Shit, yaar. I was not expecting this way, yaar. ഈ മുണ്ടെടുത്തോട്ടെ കാര്യം പറ. ഈ കല്യാണം നടക്കില്ല.
അഞ്ജലിയെ വിനുവിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? അച്ഛാ, ഞാൻ നിങ്ങളുടെ മകനാണ്. അപ്പൊ എനിക്കുണ്ട് ഈ വീട്ടിൽ ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ. അത് അഞ്ജലിയുടെ കാര്യത്തിലുണ്ട്. അവകാശവും അധികാരവും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായില്ല. സ്നേഹം വേണം, ബോധവും വേണം. അവസാന നിമിഷം എന്തുണ്ടായിട്ടാ ഈ കല്യാണം? ഏട്ടാ, ഇത് പാരമ്പര്യമാണ്. നമ്മുടെ കല്യാണത്തിന് എന്റെ ഏട്ടന്മാർ ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ഓ, ഇത് അതൊന്നും അല്ല. പിന്നെ നിനക്ക് ഭ്രാന്താ? അച്ഛാ, ഞാൻ അടിച്ചിട്ടില്ല. അതാ കുഴപ്പം. രണ്ടെണ്ണം അടിക്ക്, അപ്പൊ നീ നോർമൽ. ആവേശം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. അടിയനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അവന്റെ അമ്മൂമ്മയുടെ ആര് നിർത്താൻ എന്റെ പെങ്ങളെ കല്യാണം ഞാൻ നടത്തില്ല. കല്യാണം നടത്തില്ല എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. കാര്യം എന്താണെന്ന് എനിക്കറിയണം. അവൻ വെള്ളം ഒഴിക്കും. ആനന്ദേട്ടൻ ഓടിക്കുമല്ലോ. അവന് വേറൊരു പ്രേമമുണ്ട്. എന്ത്? ആനന്ദേട്ടനല്ലേ പറഞ്ഞേ? അത് മാത്രമല്ല, ഇതിനേക്കാൾ വിരൂപമായ ഒരു മുഖം അവനുണ്ട്. ഞാൻ സഹിച്ചു. പറയുന്നേക്കും മോളെ, നമുക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് വേണം. ഓഹോ, എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കാം. ഞാൻ ജീവനോടെ ഉള്ളോടത്തോളം ചേട്ടാ ഒന്ന് ഫേഷ്യൽ ചെയ്യണം. ഫേഷ്യലോ? ഏത് ഫേഷ്യലാ വേണ്ടേ? ഏതൊക്കെയുണ്ട്? ഇവിടെ പപ്പായ, ഗോൾഡ്, ഡയമണ്ട്, പേള്, നന്നാരി, നറുനണ്ടി, മാമ്പഴം, സാത്തുക്കുടി, സൽമാൻ ഖാൻ വരെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ഇതെന്ത് കുലുക്കി കടേ? അതൊന്നും വേണ്ട. ഇത് മായുന്ന ഫേഷ്യൽ ഏതാ അതങ്ങ് ചെയ്താൽ മതി. ഇതെന്ത് പറ്റിയതാ? വെഡിങ് ഗിഫ്റ്റ് ആളെയും കൊടുത്താ. ഇതിപ്പോ നമുക്ക് പപ്പായ ഫേഷ്യൽ ചെയ്തിട്ടേ നന്നായിട്ട് പുട്ടിയിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫേഡായി കിട്ടും. പക്ഷെ ഇനി ഇതുപോലെ വെഡിങ് ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിനക്ക് ആനന്ദൻ അറിയാം. അഞ്ജലി വിനോട്ട് എനിക്കെന്തോ ടെൻഷൻ പോലെ. ആനന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചോ? നീ ടെൻഷൻ അടിക്കാതെ, കൂടെ ഞാൻ ഇല്ലേ? Oh come on, just now you told ना. अरे यार ये क्या है एंगर इश्यूज है बंदे को. Yeah. बट एक्चुअली वो भी शॉकर है ना उसके लिए. വിനുവായിട്ടുള്ള ബന്ധമൊക്കെ ആനന്ദേട്ടന്റെ തോന്നല. സത്യം അതൊന്നും അല്ല. ഞാൻ പറയുന്നോണ്ട് വലിച്ചു കെട്ടിക്കോ. കത്രീന വന്നാലും കുലുങ്ങരുത്. നേരെ കുറെ ആയല്ലോ, പോയി കഴിയടേ. അത് കഴുകിയ അടി കിട്ടിയ പാടെ എല്ലാരും കാണും. ഞാൻ വന്നു. ആ കൈ ഒന്ന് നീട്ടിക്കേ. എങ്ങനെയുണ്ട്? അയ്യപ്പനെ കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ശ്രീകോവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ കിട്ടിയ 2 മിനിറ്റിൽ 1:45 വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? എന്താ? ആനന്ദന്റെ വീട്ടിൽ പോയി അച്ഛനോട് സാറ് പറഞ്ഞ എല്ലാം വേണ്ടതിനും പറഞ്ഞു. പിന്നെ സാറ് 2 എണ്ണം കയ്യിലിടാനല്ലേ പറഞ്ഞത്, ഞാൻ 4 എണ്ണം കയ്യിലിട്ടു. गलत टाइम पे. നിന്നോട് ആരാണ് പോയത്? അവിടെ പോയി പറയാൻ പറഞ്ഞത് ഇത് സാറ് गया और पंगा. അയ്യോ ആനന്ദേട്ടൻ്റെ അച്ഛൻ. ഇയാളോട് ഞാൻ എന്ത് പറയും? Oh God, man. This is crazy, man. Now this is gonna go more messier now. Absolutely, absolutely. Like you know, first I was just thinking, okay, he just want to get married, but I like the girl, huh? Like, but I also like the sister-in-law. She told her before, like of course, so she was also like you're married, so you should know. Okay? you should know that was the nice. past. But yeah. then I also like him. He's like, so he felt that emotion at that time. Absolutely. So now he's gonna absolutely. marry for sure. That's for sure now. But now this. Let me try. Let's try. No, not me. But let's see. Let's wait for more, guys. But now that guy also told everything. what I The told father, now, that- everything. He came back from Sabrimala and now. Everything is done, and you know, like Cool. everything. Let's see. Let's wait for more, guys. Meanwhile, do like, Subscribe, share, comment. click on the bell icon.